नमस्ते। आज हम अरविंद कुमार सिंह द्वारा रचित चिट्ठियों की अनूठी दुनिया नामक पाठ पढ़ेंगे। चिट्ठियों की अनूठी दुनिया, इसका अर्थ क्या था? കത്തുകളുടെ അതുല്യമായ ലോകം. അനൂട്ടി का अर्थ क्या था? അതുല്യമായ ലോകം. ഓക്കെ, അപ്പോൾ നമുക്ക് കത്തുകൾ നമ്മുടെ പണ്ട് കാലം തൊട്ട് നമുക്കുള്ള ഏക ആശ്രയമായിരുന്ന കത്തുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും കത്ത് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. അങ്ങനെ ഉള്ള കത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഇടുന്ന പാഠങ്ങൾ അന്നന്ന് തന്നെ ലഭിക്കും. ओके, पत्रों की दुनिया भी अजीबो गरीब है और उसकी उपयोगिता हमेशा से बनी रही है. എന്താണ് കത്തുകളുടെ ലോകമെന്ന് പറയുന്നത്? അജീബോ ഗരീബ് ഹെ. അജീബോ ഗരീബ് മീൻസ് എന്താ? അനോഖ, വിചിത്രമാണ്, അല്ലെങ്കിൽ അപൂർവപൂർവമാണെന്ന് പറയും. ഓർ ഉസ്കി ഉപയോഗിത, അല്ല, ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഉണ്ട്. അതായത് പണ്ട് കാലം തൊട്ട് ഇതിനെ എന്ത് ചെയ്തു ആൾക്കാർ ഉപയോഗിക്കുന്നു. പത്ര കോ ജോ കാം കർ സക്തേ ഹെ വോ സഞ്ചാർ കാ ആധുനികതം സാധൻ നഹീം കർ സക്താ ഹെ. അപ്പോൾ പത്രം, അതായത് ലെറ്റർ ചെയ്യുന്ന പ്രവൃത്തി ഈ കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ ഒരു മാധ്യമങ്ങൾക്കും ചെയ്യാൻ കഴിയുകയില്ല. സഞ്ചാർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാധ്യമ കമ്മ്യൂണിക്കേഷൻ്റെ മീഡിയമാണ് പറയുന്നത്. പത്ര ജൈസ സന്തോഷ് ഫോൺ യാ SMS കാ സന്ദേശ് കഹാൻ ദേ സക്താ ഹെ. ലെറ്റർ തരുന്ന ഒരു സന്ദേശം അത് ഫോണോ അല്ലെങ്കിൽ SMS-നോ ചെയ്യാൻ നൽകാൻ കഴിയുകയില്ല. അതായത് നമുക്കൊരു ലെറ്റർ വായിക്കുമ്പോൾ, പണ്ട് കാലത്ത് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ആ കത്ത്, അവരുടെ ആ ഗൾഫിൽ നിന്ന് വരുന്ന കത്തൊക്കെ വായിക്കാൻ ആൾക്കാരിങ്ങനെ വളരെ ഇൻട്രസ്റ്റ്, അതിനൊരു എന്താണ്, വളരെയധികം ഇൻട്രസ്റ്റാണ് അത് വായിക്കുന്നതിനും. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കുണ്ട്. അതേസമയം ഫോണിലൂടെ കിട്ടുന്ന ഒരു മെസ്സേജ് അപ്പോൾ കിട്ടുന്നതിന് അങ്ങനൊരു എന്താണ്, ആ അനുഭൂതി ഉണ്ടാവുകയില്ല. പത്ര एक नया सिलसिला शुरू करते हैं और राजनीति, साहित्य तथा कला के क्षेत्र में तमाम विवाद और नई घटनाओं की जड़ भी पत्र ही होते हैं. അപ്പോൾ ലെറ്റർ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു സിൽസില, ഒരു ചങ്ങല തന്നെ ആരംഭിച്ചു എന്ന് പറയാം. എന്താണ്? ഒരു ശ്രേണി. അത് രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലായാലും കലയിലായാലും എല്ലാ സഭീക്ഷേത്രവും എല്ലാം ഇത് എന്താണ്, ഒരു പുതിയ ഒരു സംഭവങ്ങളുടെ പേര് എന്തിനുണ്ട്? കത്തുകൾക്ക് ഉണ്ട്. दुनिया का तमाम साहित्य पत्रों पर केंद्रित है और मानव सभ्यता के विकास में इन पत्रों ने अनूठी भूमिका निभाई है. ഈ ലോകത്തിലുള്ള മിക്ക സാഹിത്യങ്ങളും കത്തുകളിൽ അധിഷ്ഠിതമാണ്. ഓർ പിന്നെന്താണ്, മനുഷ്യ സംസ്കാരം വികസിച്ചതിന് തന്നെ ഈ കത്തുകളൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പത്രോं का भाव सब ए जगह एक सा है भले ही उसका नाम अलग अलग हो. എവിടെ ചെന്നാലും കത്തുകളുടെ ഉദ്ദേശമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കത്തുകളുടെ സ്ഥാനമെന്ന് പറയുന്നത് ഒന്നുപോലെയാണ്, പക്ഷെ അതിന് പല പല പേരുകളുണ്ടെന്ന് മാത്രം. പത്ര കോ ഉറുദു മീൻ ഖത്ത്, സംസ്കൃത മീൻ പത്ര, കന്നഡ മീൻ കാഗത്, തെലുഗു മീൻ ഉത്തരം ജാബു ഓർ ലേഖ് തഥാ തമിഴ് മീൻ കടിത് കഹാജാത്ത. നമ്മൾ പറഞ്ഞ് പല പേരുകളുണ്ടായിരിക്കും കത്തുകൾക്ക്. ഇപ്പോൾ പല ഭാഷകളിൽ, അതായത് ഉറുദുവിൽ ഇതിനെ എന്ത് പറയും? ഖത്ത് എന്ന് പറയും. സംസ്കൃതത്തിലാണെങ്കിൽ പത്രം എന്ന് പറയും. കന്നഡത്തിലാണെങ്കിൽ കാഗത് എന്ന് പറയും. തെലുഗുവിലാണെങ്കിലോ 3 പേരുകളുണ്ട്: ഉത്തരം, ജാബു, ലേഖ്. തമിഴിലാണെങ്കിൽ എന്താണ് പറയുന്നത്? കടിതെന്നാണ്
പറയുന്നത്. പത്ര യാദോं को सहेज कर रखते हैं इसमें किसी को कोई संदेह नहीं है. ഈ കത്തുകളെന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആയിട്ടാണ് നമ്മൾ കത്തുകൾ എഴുതുന്നത്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഹർ ഏക് की अपनी पत्र लेखन कला है और हर एक के पत्रों की अपना दायरा. ഓരോ വ്യക്തികൾക്കും കത്തെഴുതുന്നതിൽ അവരവരുടേതായ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അവരവരുടേതായ ഒരു കലയും അത് കാണാൻ കഴിയും. ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, കത്തുകൾ എഴുതുന്നത്. ദുനിയ ഫർമേം റോസ് കരോടും പത്ര ഏക് ദൂസരേക്കു തലാഷ്തെ തമാം ഠിക്കാനോ തക് പहुंचते. ഈ ലോകത്തിലും മുഴുവൻ ദിവസവും കോടിക്കണക്കിന് കത്തുകൾ മറ്റുള്ളവരെ അന്വേഷിച്ച് ഇങ്ങനെ എത്താറുണ്ട്. അതായത് ഒരാൾ മറ്റുള്ളവർക്ക് അയക്കുന്ന കത്തുകൾ, അതാണ് പറയുന്നത്. ഭാരത് മേ ഹി रोज 4.5 करोड़ चिट्ठियाँ डाक में डाली जाती है जो साबित करते हैं कि പത്ര കിത്തിനി അഹമിയത്ത് രഹത്തെ ഹെ. ഭാരതത്തിലും ദിവസവും 4.5 അതുപോലെ അതിലധികം കോടിക്കണക്കിന് കത്തുകൾ ലെറ്റർ ബോക്സിലേക്ക് വരുന്നുണ്ട്. അത് എന്താണ് സ്ഥാപിക്കുന്നത്, പത്രം അല്ലെങ്കിൽ കത്തെന്ന് പറയുന്നത് എത്ര മഹത്വമുള്ളതാണെന്നാണ്. അപ്പോൾ ഇപ്പോഴും ഭാരതത്തിൽ ഇത്രത്തോളം കത്തുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് पंडित जवाहरलाल नेहरू ने सन 1953 से ही कहा था कि हज़ारों सारे तक संचार का साधन केवल हर कार या फिर तेज़ घोड़े रहे हैं. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് 1953 1000ഓളം വർഷങ്ങൾ വരെ ഇവിടെ കമ്മ്യൂണിക്കേഷനുള്ള മീഡിയം എന്ന് പറയുന്നത് കേവലം ദൂതന്മാർ, ഹർക്കാർ മീൻസ് ദൂതന്മാർ മാത്രമായിരുന്നു. അല്ലെങ്കിൽ അതുപോലെ പിന്നീട് കുതിരകൾ വഴി, കുതിരപ്പുറത്ത് കയറിയായിരുന്നു ആളുകൾ. അപ്പോൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ സന്ദേശം കൊണ്ടുപോകും. പിന്നെ ഉസ്കെ ബാദ് പഹിയയായ, പിന്നെ ചക്രങ്ങൾ വന്നു, വാഹനങ്ങൾ എത്തി. ഓർ റെയിൽവേ ഓർ താർ സെ ഫരി ഭാരി ബദലാവായ. അതിന് ശേഷം റെയിൽവേയും പിന്നെ കമ്പി, ടെലഗ്രാം ഒക്കെ, അതിലൊക്കെ എന്ത് വന്നു, വലിയ വലിയ മാറ്റങ്ങൾ വന്നു. അപ്പോൾ റെയിൽവേയും കമ്പിയും ഒക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് കൂടുതൽ വേഗത വന്നു. താറിനെ റെയിലോം സെഫി തേസ് ഗതി സെ സംവാദ് പहुंचने का सिलसिला शुरू किया. ഈ കമ്പി അടിക്കുക അല്ലെങ്കിൽ ടെലഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് ട്രെയിൻ വഴി എത്തുന്നതിനേക്കാൾ വേഗത്തിൽ സന്ദേശങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒന്നായി മാറി. ഇപ്പോൾ അബ് ടെലിഫോൺ വയർലെസ് ഓർ ആകെ റഡാർ ദുനിയ ബദൽ രഹാ ഹെ. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ ടെലഫോണും വയർലെസ്സും അതുപോലെ അത് കഴിഞ്ഞ് റഡാർ വരെ ഈ ലോകത്തെ എന്ത് ചെയ്തു, മാറ്റി. അത്രത്തോളം മാറ്റങ്ങളുണ്ടായി എന്ന് ആര് പറഞ്ഞു? 1953 ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. पिछली शताब्दी में पत्र लेखक ने एक कला के रूप में ले लिया. डाक व्यवस्था के सुधार के साथ पत्रों को सही दिशा देने के लिए विशेष प्रयास किए गए. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ആണെങ്കിൽ ഈ എഴുതുക എന്ന് പറയുന്നത്, കത്തെഴുതുന്നത് ഒരു കല ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ ഡാക്ക് വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസ്റ്റൽ സമ്പ്രദായം എന്ന് പറയുന്നത് സുധാർക്കേ സാത്ത്, സുധാരണ എന്ന് വെച്ചാൽ എന്താ, പരിഷ്കരിക്കുക. ഒരു പുതിയ പോസ്റ്റൽ വ്യവസ്ഥയ്ക്ക് ഒരു പരിഷ്കാരമൊക്കെ വരാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. പത്ര സംസ്കൃതി विकसित करने के लिए स्कूली पाठ्यक्रमों में പത്രലേഖൻ का विषय भी शामिल किया. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും സ്കൂളുകളിൽ ഒരു ക്വസ്റ്റ്യൻ കാണും, പത്രലേഖൻ, കത്തെഴുതുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ വേണ്ടിയിട്ടാണ് പത്രലേഖൻ സംസ്കാരം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളിലെ പാഠ്യക്രമത്തിൽ ഇതൊരു വിഷയമായിട്ട് ഉൾപ്പെടുത്തിയത്. ഭാരത് ഹി नहीं दुनिया के कई देशों में ये प्रयास चले और विश्व डाक संघ ने अपनी ओर से भी काफ़ी प्रयास किए हैं. അപ്പോൾ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ ശ്രമം നടക്കുന്നുണ്ട്. ലോക പോസ്റ്റൽ ഗ്രൂപ്പ് തങ്ങളുടെ അവരുടെ ഭാഗമായിട്ട് ഒരുപാട്
എന്താ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്തു, उस ठाक संघ की ओर से 16 वर्ष से कम आयु वर्ग के बच्चों के लिए पत्र लेखन प्रतियोगिताएं आयोजित करने का सिलसिला सन 1972 से शुरू किया गया. അപ്പം ഈ വിശ്വ ഠാക്ക് സംഘിൻ്റെ നേതൃത്വത്തിൽ 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ റൈറ്റിംഗ് മത്സരങ്ങൾ തന്നെ 1972 മുതൽ ആരംഭിക്കുകയുണ്ടായി. യഹ് സഹി ഹെ കി ഖാസ് തौर पर बड़े शहरों और महानगरों में संचार साधनों की तेज विकास तथा अन्य कारणों से पत्रों की आवाजाही प्रभावित हुए हैं, पर देहाती दुनिया आज भी चिट्ठियों से ही चल रही है. ഇപ്പോൾ എന്താണ് പറയുന്നത്, സത്യത്തിൽ പറയുകയാണെങ്കിൽ വലിയ വലിയ പട്ടണങ്ങളിൽ അല്ലെങ്കിൽ മഹാനഗരങ്ങളിലൊക്കെ ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി പുതിയ പുതിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുക, അതിന് ഡെവലപ്മെൻറ്റൊക്കെ വന്നതോടുകൂടി അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ കത്തിന് എന്താണ് ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് എന്താണ്, ആവാജാഹി മീൻസ് ആനാജാന. അപ്പോൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് പുതിയ പുതിയ മാധ്യമങ്ങളുടെ വരവ്. പക്ഷേ എങ്കിലും മിക്ക ആൾക്കാരും ഇപ്പോഴും എന്തുപയോഗിക്കുന്നുണ്ട്, കത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഫാക്സ്, ഇമെയിൽ, ടെലിഫോൺ തഥാ मोबाइल ने चिट्ठियों की तेजी को रोका है, पर व्यापक डाक की संख्യ लगातार बढ़ रही है. ഇപ്പോൾ ഫാക്സ് ആയാലും ഇമെയിൽ ആയാലും അല്ലെങ്കിൽ ടെലിഫോൺ, മൊബൈൽ ഇവയൊക്കെ ഈ കത്തിൻ്റെ വേഗത്തെ കുറച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കത്ത് ഉപയോഗിക്കുന്നതിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വ്യാപാര മേഖലയിൽ ഇപ്പോഴും എന്തിനാണ് വർധന, ലെറ്റർ ഉപയോഗിക്കുന്നതിനാണ് ഇപ്പോഴും. जहाँ तक पत्रों का सवाल है, अगर आप बारीकी से उसकी ताहम में जाए तो आपको ऐसा कोई नहीं मिलेगा जिसने कभी किसी को पत्र न लिखाया हो या पत्रों का बेसब्री से जिसने इंतजार न किया हो. അപ്പം എന്താ പറയുന്നത്, നമ്മൾ കത്തുകൾ കുറിച്ച് ഉള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് ആദ്യമായി തോന്നുന്നത് എന്താണ്, ബാരിക്കി മീൻസ് എന്താ, സൂക്ഷ്മമായി. തഹെന്ന് വെച്ചാൽ ആഴത്തിൽ. അപ്പം നമ്മളതിനെ ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഒരു ഉത്തരവും കിട്ടുകയില്ല. ഇനി ആർക്കെങ്കിലും കത്തെഴുതിയിരുന്നോ അല്ലെങ്കിൽ എഴുതിയിട്ടില്ലേ, അതുപോലെ ഇതുപോലെ കത്തിനെയും പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ടോ, അങ്ങനെ നമ്മളതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടില്ല. ഹമാരെ സൈനിക് തോ പത്രോं का जिस उत्सुकता से इंतजार करते हैं उसकी कोई मिसाल ही नहीं. പക്ഷേ നമുക്ക് മിസാൽ എന്ന് വെച്ചാൽ എന്താ, എക്സാമ്പിൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉദാഹരണം എന്താണ്, നമ്മുടെ സൈനികർ അവരുടെ കുടുംബത്തിലെ നിന്നുള്ള കത്തുകൾ ലഭിക്കാൻ വേണ്ടി വളരെ ഉത്സുകതയോടുകൂടി പ്രതീക്ഷിച്ചിരിക്കാറുണ്ട്. एक दौर था जब लोग पत्रों को महीना इंतजार करते थे, पर अब वह बात नहीं. ഒരു കാലഘട്ടത്തിൽ ആൾക്കാരെന്ത് ചെയ്യുമായിരുന്നു, മാസങ്ങളോളം കത്തിന് കാത്തിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതില്ല. പരിവഹൻ സാധനമൊക്കെ വികാസിനെ ദൂരി ബഹുത്ത് ഘടാതി ഹെ. പരിവഹൻ സാധനം എന്ന് പറഞ്ഞാൽ എന്താ, ഈ യാത്രാ സൗകര്യങ്ങൾ വികസിച്ചതോടുകൂടി എന്താണ്, ദൂരം വളരെയധികം കുറച്ചു. पहले लोगों के लिए संचार का इकलौता साधन ചിട്ടി ഹി ഥി, पर आज और भी സാധൻ വികസിത हो चुके. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഇക്ലൗത്ത സാധനം, ഒരേ ഒരു മാധ്യമം എന്ന് പറയുന്നത് കത്തായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. आज देश में ऐसे लोगों की कमी नहीं है जो अपने पुरखों की चिट्ठियों को सहेज और समझौत कर विरासत के रूप में रखे हुए हो, या फिर बड़े लेखक, पत्रकार, उद्यमी, कवि, प्रशासक, सन्यासी या किसान इनकी पत्र रचनाएं अपने आप में अनुसंधान का विषय है. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്, സഹേജന എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക, വിരാസത്ത് എന്ന് വെച്ചാൽ
പൈതൃകമായി പാരമ്പര്യം അനുസന്ധാൻ ഗവേഷണം. അപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ ആജ് ദേശ് മേ ഇസേ ലോഗോं की കമി നഹി ഹെ. ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ കുറവില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ കത്തുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക, അതിനൊരു പൈതൃകമായിട്ട് കാണും. അതുപോലെ വലിയ വലിയ ലേഖകരെ കുറിച്ചും പത്രകാരന്മാരെ കുറിച്ചും എഡിറ്റർമാരെ കുറിച്ചും മാധ്യമപ്രവർത്തകരെ കുറിച്ചും സന്യാസികളെ അല്ലെങ്കിൽ കർഷകരായിക്കോട്ടെ, ഇവരുടെ എല്ലാം കത്തുകൾ കളക്ട് ചെയ്ത് വയ്ക്കുകയും അതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കുറവല്ല. अगर आज जैसे संचार साधन होते तो पंडित नेहरू अपनी पुत्री इंदिरा गांधी को फ़ोन करते, पर तब पिता के पत्र पुत्री के नाम नहीं लिखे जाते, जो देशों के करोड़ों लोगों को പ്രേരണ देते. ഇപ്പോൾ ഇന്നത്തെ പോലെയുള്ള മാധ്യമങ്ങൾ അതായത് കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ നെഹ്റു എന്ത് ചെയ്തേനെ, अपनी പുത്രി ഇന്ദിരാഗാന്ധിക്ക് ഫോൺ കർത്തി, ഇന്ദിരാഗാന്ധിയെ ഫോൺ ചെയ്തേനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, അവർ പിതാക്കെ പത്രപുത്രിക്ക് നാം എന്ന് പറഞ്ഞ് ആ ഹെഡിങ്ങിൽ ഒരു പുസ്തകം തന്നെയുണ്ട്, നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ ആ അത്തരം കത്തുകൾ. അതെന്താണല്ല, നമ്മുടെ രാജ്യത്തിലെ കോടിക്കണക്കിന് ആളുകൾക്ക് പ്രേരണ നൽകുന്ന ഒന്നാണ്. അത് നമുക്ക് എന്ത് ചെയ്യില്ലായിരുന്നു, ലഭിക്കുകയില്ലായിരുന്നു. पत्रों को तो आप सहेज कर रख लेते हैं, पर SMS को आप जल्दी ही भूल जाते हैं. കത്തുകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കളക്ട് ചെയ്ത് വയ്ക്കാൻ കഴിയും. പക്ഷേ SMS സന്ദേശങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, മറക്കും. കിത്തനെ സന്ദേശവും ഗോ ആപ് സഹേജ് കർ സക്തേ, എത്ര സന്ദേശങ്ങൾ അല്ലെങ്കിൽ എത്ര മെസ്സേജ് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയും. തമാം മഹാൻ ഹസ്തിയോങ്കി തോ സബ്സെ ബഡി യാദ്ഗാർ യാ ധരോഹർ ഉൻകെ ദ്വാര ലിഖേ പത്ര ഹെ. മിക്ക മഹാന്മാരായ വ്യക്തികളും അവരുടെ ഏറ്റവും വലിയ അവരെക്കുറിച്ച് ഓർക്കുന്നത് എന്താണ്, അവരെഴുതിയ കത്തുകളിലൂടെയാണ്. അവരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാരത് മേ ശ്രേണി മേ രാഷ്ട്രപിത മഹാത്മാഗാന്ധി കോ സബ്സെ ആകെ രഖാ ജാ സക്താ ഹെ. ഇങ്ങനെ ഉള്ളതിൽ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ദുനിയ കെ തമാം സംഗ്രഹാലയ ജാനി മാനി ഹസ്തിയോങ്കെ പത്രികാനൂട്ട സങ്കലൻ ഫി. ലോകത്തിലുള്ള മിക്ക ലൈബ്രറികളിലും ഇങ്ങനെ മഹാത്മാരായ വ്യക്തികളുടെ കത്തിൻ്റെ കളക്ഷനുകളുണ്ട്. തമാം പത്ര ദേശ് കാൽ ഓർ സമാജ് കോ ജാനനെ സമജ്നെ കാ അസലി പൈമാന ഹെ. മിക്ക കത്തുകളും എന്ന് പറയുന്നത് ഒരു രാജ്യത്തെയും ഒരു കാലഘട്ടത്തെയും അല്ലെങ്കിൽ സമൂഹത്തെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല माध्यम। भारत में आज़ादी के पहले महासंग्राम के दिनों में जो कुछ अंग्रेज अफसरों ने अपने परिवारजन को പത്രം में लिखे हुए आगे चलकर बहुत महत्व ही പുസ്തകം തക് ബൻ ഗए। അപ്പോൾ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അവരവരുടെ കുടുംബങ്ങൾക്ക് എഴുതിയിരുന്ന കത്തുകൾ പിന്നീട് എന്തായി, വലിയ വലിയ മഹത്വപൂർണമായ പുസ്തകങ്ങളായി മാറി. അപ്പോൾ അതിലെന്ത് കാണും, ഈ ഇന്ത്യയിലെ ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ അവർ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇൻ പത്രവും ने साबित किया कि संग्राम कितनी जमीनी मजबूती लिए हुए, അതാണ് പറയുന്നത്. അപ്പോൾ ഈ കത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെയാണ് ഇവിടെ നടന്നിരുന്നത് എന്നൊക്കെ, നമുക്ക് എന്തെല്ലാം പ്രയാസങ്ങൾ നേരിട്ടിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാത്മാഗാന്ധിക്ക് പാസ് ദുനിയ ഭർ സെ തമാം പത്ര കേവൽ മഹാത്മാഗാന്ധി ഇന്ത്യ ലിഖേ ആത്തെ ഓർ വേ ജഹാം ഫി രഹത്തെ ദേ വഹാൻ തക് പहुंचे. അപ്പം മഹാത്മാഗാന്ധിയുടെ പേരിൽ അദ്ദേഹം എവിടെ ഇരുന്നാലും കത്തുകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വരുമായിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യ എന്നെഴുതിയ ആസാദി കെ ആന്തോളൻ കി കൈ അന്യ ദിഗ്ഗജ് ഹസ്തിയോं के साथ भी സഹിത. അതുപോലെ തന്നെയാണ് മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളായ മറ്റു വ്യക്തികളുടെ പേരിലും ഇതുപോലെ തന്നെയായിരുന്നു. ഗാന്ധിജിക്ക് पास देश दुनिया से बड़ी संख्या में पत्र पहुंचते थे, पर पत्रों का जवाब देने के मामले में उनका कोई जोड़ नहीं था. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ലോകത്ത് ഉള്ള മിക്ക ആൾക്കാരും എന്ത് ചെയ്യുമായിരുന്നു, കത്തുകൾ എഴുതുമായിരുന്നു. അപ്പോൾ ഒരുപാട് കത്തുകൾ അദ്ദേഹത്തിന് വരും. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, മറുപടി കൊടുക്കുമായിരുന്നു. കഹാ ജാതാ ഹൈ കി ജൈസേ ഹി ഉനേം പത്ര മിൽത്താ ഹൈ താ ഉസീ സമയ വേ ഉസ്കാ ജവാബ് ഫീ ലിഖ് ദേത്തെ थे. അപ്പം
കത്ത് ലഭിച്ചാൽ ആ സമയം തന്നെ എന്ത് ചെയ്യും, അതിനുള്ള മറുപടി നൽകും. അപ്നെ ഹാത്തോം സേ ഹി ജ്യാദാതർ പത്രവും കാ ജവാബ് മിക്കപ്പോഴും സ്വന്തമായിട്ട് തന്നെയായിരിക്കും മറുപടി എഴുതുന്നത്. ജബ് ലിഖ്തേ ലിഖ്തേ ഉൻകാ ദാഹിന ഹാത്ത് ദർദ് ഹോനെ ലിഖ്താ തോ വേ ബായേ ഹാത്ത് സേ ലിഖ്നെ ജുട് ജാത്തെ ഹൈ. അപ്പോൾ എഴുതി വലത് കൈ കഴിക്കുമ്പോൾ ഇടത് കൈ ഉപയോഗിക്കും. അങ്ങനെ മാറി മാറിയായിരുന്നു എഴുതുന്ന. മഹാത്മാഗാന്ധി ഹി നഹി ആന്തോളൻ കെ തമാം നായകോं के പത്ര ഗാവോമേം മിൽ ജാത്തെ ഹെ. അദ്ദേഹം മാത്രമല്ല മറ്റ് പ്രമുഖ നേതാക്കളെല്ലാം എന്താണ് അവരുടെ കത്തുകളെല്ലാം ഗ്രാമങ്ങളിൽ ഗ്രാമാന്തരങ്ങൾ തോറും ലഭിക്കുമായിരുന്നു. പിന്നെന്താ പറയുന്നത്, പത്ര भेजने वाले लोग उन पत्रों की किसी प्रशस्ति पत्र से कम नहीं मानते हैं और कई लोगों ने तो उन पत्रों को फ्रेम करा कर रख लिया. ഇങ്ങനെ കിട്ടുന്ന കത്തുകൾ ഈ കത്തയക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും, ഉൻ പത്രവും കിസി പ്രശസ്തി പത്രസെ കം നഹി മാനത്തെ. ഈ കത്ത് എന്താണ്, ഒരിക്കലും ഒരു പ്രശസ്തി പത്രത്തിനേക്കാളും കുറവായിട്ട് ആരും കാണുന്നു വെച്ചാൽ അതൊരു പ്രശസ്തി പത്രം പോലെ മഹത്വമായിട്ട് കാണുകയും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പത്രവും കാജാതോ. അതാണ് കത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ഹി നഹി പത്രോं के आधार पर ही कई भाषाओं में जाने कितनी किताबें लिखी जा चुकी है. ഇത് മാത്രമല്ല കത്തുകളെ അടിസ്ഥാനമാക്കി പല ഭാഷകളിലായി എത്രയോ കത്തുകൾ അല്ലെ എത്രയോ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നറിയാവോ. വാസ്തവമേ പത്ര കിസി ദസ്താവേസ് സേ കം നഹി. യഥാർത്ഥത്തിൽ ഇത് ഏതെങ്കിലും ഒരു പ്രമാണത്തിനേക്കാളും കുറഞ്ഞതല്ല. എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രമാണത്തിന് എന്തുമാത്രം മൂല്യമുണ്ടോ അതുപോലെ തന്നെ മൂല്യമുള്ളതാണ് കത്ത്. പന്ത് കോ 200 പത്ര ബച്ചൻ കെ നാം और निराला के पत्र हमको लिखियो कहा तथा पत्रों के आईने में दयानंद सरस्वती समेत कई പുസ്തകവും ആപ്കോ മിൽ ജായേഗി. അപ്പം നമുക്ക് ഈ പുസ്തകങ്ങൾ കത്തുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ സുമിത്രാനന്ദൻ ബന്ദ് എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യകാരൻ്റെ 200ഓളം കത്തുകൾ ബച്ചൻ എഴുതിയത്, അതായത് ഹരിവംശറായ് ബച്ചൻ എഴുതിയതുപോലെ നിരാലയുടെ കത്തുകൾ, അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുടെ കത്തുകൾ, അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതിയുടെ അങ്ങനെ എന്താണ് ഒരുപാട് പുസ്തകങ്ങൾ ലഭിക്കും. കഹാ ജാതാ ഹൈ കി പ്രേംചന്ദ് ഖാസ് तौर पर नए लेखकों को बहुत प्रेरक जवाब देने तथा पत्रों के जवाब में वे बहुत मुस्तैद रहते थे. പ്രേംചന്ദിനെ കുറിച്ച് പറഞ്ഞാൽ ഹിന്ദിയിലെ പ്രമുഖനായ പ്രേംചന്ദ് ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാർക്ക് ഒരുപാട് പ്രേരണ മോട്ടിവേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു, മറുപടികൾ നൽകുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ കത്തുകളുടെ മറുപടി എഴുതുമായിരുന്നു. അപ്പോൾ അത് മുസ്തൈദിലെത്തിയെന്ന് വെച്ചാൽ സന്നദ്ധനാവുക, മറുപടി എഴുതാൻ സന്നദ്ധനായിരുന്നു. ഇസി പ്രഹാർ നെഹ്റു और गांधी लिखे गए രവീന്ദ്രനാഥ് ടാഗോർ കെ പത്ര ഭി ബഹുത് പ്രേരക് ഹെ. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കത്തുകൾ ഗാന്ധിജിക്കും നെഹ്റുവിനും എഴുതിയ, അതുപോലെ മഹാത്മാ और कवि के नाम से महात्मा गांधी और रविंद्रनाथ और टैगोर के बीच सन 1915 से 1941 के बीच के पत्राचार का संग्रह प्रकाशित हुआ है, जिसमें बहुत से नए तथ्यों और उनकी मनोदशा का लेखा जोखा मिलता है. ഇപ്പോൾ എന്താ പറയുന്നത്, മഹാത്മാ ഓർ കവി എന്ന പേരിൽ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥിൻ്റെ ഇടയിലുള്ള എന്താണ് ഈ കത്ത് സംഭാഷണങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് അതിൽ ഒരുപാട് പുതിയ സത്യങ്ങളും അതിൻ്റെ മാനസിക അവസ്ഥകളുമൊക്കെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്ന ലേഖാജോക കണക്ക് വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ലഭിക്കും. പത്ര വ്യവഹാർ കി പരമ്പര ഭാരത് മേ ബഹുത് പുരാനി ഹെ. ഈ പത്ര എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് വളരെ
അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ ഭാരതത്തിൽ പഴയതാണ്. പർ ഇസ്ക അസലി വികാസ് ആസാദി കെ ബാദ് ഹി ഹുവാ ഹെ. നല്ലത് യഥാർത്ഥമായി ഇതിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായതെന്ന സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. തമാം സർക്കാരി വിഭാഗവും കി തുലനാമേ സബ്സെ സ്യാദ ഗുഡ്വിൽ ടാഗ് വിഭാഗി ഹെ. മറ്റ് സർക്കാർ വകുപ്പുകളെ അപേക്ഷിച്ച് ഏറ്റവും അധികം ഗുഡ്വിൽ അല്ലെങ്കിൽ സൽപ്പേര് ലഭിക്കുന്നത് ഈ പോസ്റ്റൽ വകുപ്പിനാണ്. ഇസ്കി ഏക് ഖാസ് വജഹ യഹ് ഭി ഹെ കി യഹ് ലോഗോं को जोड़ने का काम करता है. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആൾക്കാരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഒരു പ്രധാന മാധ്യമമാണ്, അല്ലെങ്കിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഘർ ഘർ തക്ക് ഇസ്കി പൗൻഷെ, വീട് വീടാന്തരം ഇതെത്തുന്നു. സഞ്ചാർ കെ തമാം ഉന്നത സാധനോങ്കി ബാദ് ഫി ചിട്ടി പത്രോങ്കി ഹൈസിയത്ത് ബരഖറാർ ഹെ. അപ്പോൾ പുതിയ പുതിയ മാധ്യമങ്ങൾ വന്നെങ്കിൽ പോലും അതിന് ശേഷവും ഈ കത്തുകൾക്ക് എന്തുണ്ട്, അതിൻ്റെ ശ്രേണി വളരെ വലുതാണ്. അതിന് शहरी इलाकों में आलीशान हवेलियों हो या फिर चौपट पट्टियों में रहे लोग दुर्गम जंगलों से घिरे गाँव हो या फिर बर्फबारी के बीच जो ही जी रहे पहाड़े के लोग, समुद्र तट पर रह रहे मछुआरे हो या फिर रेगिस्तान की टहनियों में रह रहे लोग, आज भी खतों का ही सबसे अधिक बेसब्री से इंतजार होता है. എന്താ പറയുന്നത്, ഇപ്പോഴും പട്ടണങ്ങളിൽ ജീവിക്കുന്ന അലീഷാൻ മീൻസ് ശാന്ത, വലിയ വലിയ വീടുകളിൽ താമസിക്കുന്നവരായിക്കോട്ടെ, കുടിലുകളിൽ താമസിക്കുന്നവരായിക്കോട്ടെ, ദുർഗമമായ വനങ്ങളിൽ അധിവസിക്കുന്നതായിക്കൊള്ളട്ടെ, മഞ്ഞുമലകളിൽ അടുത്ത് താമസിക്കുന്നവരായിക്കൊള്ളട്ടെ, സമുദ്രതീരത്ത് താമസിക്കുന്ന മത്സ്യബന്ധനക്കാരായിക്കൊള്ളട്ടെ, അതുപോലെ മരുഭൂമികളിൽ ജീവിക്കുന്ന, ടോണിയ എന്ന് വെച്ചാൽ എന്താ, ഒരു ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പച്ചപ്പൊന്നും കാണില്ല, മരുഭൂമിയിൽ ആൾക്കാർ അധിവസിക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള ആൾക്കാരായിക്കൊള്ളട്ടെ, ആജ് ഇന്നും വളരെ പ്രതീക്ഷയോടുകൂടി ആൾക്കാർ ഈ കത്തിനെ നോക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, ഇവിടങ്ങളിലൊക്കെ കാണുന്ന ആൾക്കാരും കത്തുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏക് ദോ നഹി കരോടോ ലോഗ് ഖത്തോं और अन्य सेवाओं के लिए रोज़ भारतीय डाकघरों के दरवाजे तक पहुँचते हैं और इसकी बहुआयामी भूमिका नजर आ रही है. ഇപ്പോൾ പറയുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരല്ല, കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും കത്തുകൾക്ക് വേണ്ടിയായാലും അല്ലെങ്കിൽ മറ്റു സേവനങ്ങൾക്ക് വേണ്ടിയായാലും പോസ്റ്റ് ഓഫീസുകളിൽ വാതിലുകളിൽ എത്തുന്നുണ്ട് ഇപ്പോഴും ദിവസേന. അത് നമുക്ക് കാണാൻ കഴിയും. ദൂർ ദേഹാത് മേ ലാഖോं ഗരീബ് ഘരോ മേ ചൂലെ മണി ഓർഡർ അർത്ഥവ്യവസ്ഥ മേ ഹി ജൽത്തെ ഹെ. അപ്പോൾ ദൂരദേശങ്ങളിൽ ലാഖോं ഗരീബ് ഘരോ മേ, ലക്ഷക്കണക്കിന് പാവപ്പെട്ട വീടുകളിലെ അടുപ്പുകൾ എരിയുന്നത് ഇപ്പോഴും എന്താണ്, ഈ കിട്ടുന്ന മണി ഓർഡറിൻ്റെ നിന്നുള്ള ഈ പൈസ കൊണ്ടാണ്. ഗാവോയ ഗരീബ് ബസ്തിയോമേം ചിട്ടിയ മണി ഓർഡർ ലേക്കർ പहुंचने वाला डाकिया ദേവദൂത് കെ രൂപമേ ദേഖാ ജാതാ ഹെ. ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരൊക്കെ എന്താണ്, അവർക്ക് ഈ കത്ത് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ മണി ഓർഡർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ മണി ഓർഡർ കൊണ്ട് വരുന്ന ആളെന്ന് പറയുന്ന, പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് ഒരു ദേവദൂതനാണ് അവർക്ക്. അവരങ്ങനെയാണ് ഈ ഗ്രാമവാസികൾ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ പോസ്റ്റ്മാനെ കാണുന്നത്. ഹേ ഹേ ചിട്ടിയോങ്കി അനൂഠി ദുനിയ. ഇതാണ് കത്തുകളുടെ അതുല്യമായ ലോകമെന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ